ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ SSC GD പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ടോപ്പിക്കിന്റെ പേര് വേർഡ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഡിക്ഷണറി ഓർഡറിൽ വാക്കുകളെ അറേഞ്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ ഇവിടെ 5 വാക്കുകൾ തന്നിട്ടുണ്ടാവും. ഈ വാക്കുകൾ എങ്ങനെയാണ് ഒരു ഡിക്ഷണറിയിൽ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പൊ ഏത് ഓർഡറിലാണോ ഡിക്ഷണറിയിൽ ഉണ്ടാവുക ആ ഓർഡർ നമ്മൾ ഈ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം, ഒരു ഡിക്ഷണറിയിൽ വാക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അതിന്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. അതായത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് കാറ്റ്, കാർ എന്നുള്ള 2 വാക്കുകളും നോക്കാം. കാറ്റ്, കാർ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആദ്യത്തെ അക്ഷരം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യും. സി. 2 സ്ഥലത്തും സി ആയതുകൊണ്ട് നമുക്കത് നോക്കാൻ പറ്റില്ല. അടുത്ത ലെറ്റർ 2 സ്ഥലത്തും എ തന്നെയാണ്. അപ്പൊ അതും നമുക്ക് നോക്കാൻ പറ്റില്ല, 2 സ്ഥലത്തും ഈ ഒരേ അക്ഷരങ്ങളായതുകൊണ്ട്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 3ാമത്തെ വാക്കാണ്. അപ്പൊ ഇവിടെ ടിയും വരുന്നുണ്ട്, ആറും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം അക്ഷരമാലയിൽ ആദ്യം വരുന്ന വാക്ക്, ആദ്യം വരുന്ന ലെറ്റർ ആറാണ്. അപ്പൊ നമ്മുടെ ഡിക്ഷണറിയിൽ ആദ്യം വരുന്ന വാക്ക് കാറായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ടി വരിക, അല്ലെ? അപ്പോൾ രണ്ടാമത് വരുന്ന വാക്കായിരിക്കും ടി എന്ന് പറയുന്നത്. അതായത് കാറ് കഴിഞ്ഞിട്ടാണ് കാറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ വരുള്ളൂ. അപ്പൊ ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യം ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മിക്കവാർക്കും അറിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷേ ഇത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇതിന്റെ മേലെ അധികം സമയം കളയാൻ നിൽക്കരുത്. SSC പരീക്ഷകളിലൊക്കെ ഒരു ചോദ്യം എളുപ്പമാവുന്നതും ടഫാവുന്നതും ഉത്തരം കിട്ടുന്നതിനെ ആശ്രയിച്ചിട്ടല്ല. ഏറ്റവും കുറവ് സമയം കൊണ്ട് നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലാണ് ആ ഉത്തരം അല്ലെങ്കിൽ ആ ചോദ്യം എളുപ്പമായിട്ട് മാറുന്നത്. അല്ലാതെ ഒരുപാട് സമയമെടുത്ത് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് ആ ചോദ്യം എളുപ്പമായി മാറുന്നില്ല. അപ്പോൾ നമ്മളെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 5 വാക്കുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 5 വാക്കുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ വാക്കുകളുടെയും ആദ്യത്തെ ലെറ്റർ പി ആണ്, രണ്ടാമത്തെ ലെറ്റർ ആറാണ്, 3ാമത്തെ ലെറ്റർ ഒ ആണ്. അതായത് ഈ 3 ലെറ്റേഴ്സും എല്ലാ വാക്കുകളിലും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 4ാമത്തെ അക്ഷരമാണ്, അല്ലെ? അപ്പൊ ഇവിടെ 4ാമത്തെ അക്ഷരം ചെക്ക് ചെയ്യുന്ന സമയത്ത് ജി വരുന്നുണ്ട്, ബി വരുന്നുണ്ട്, പി വരുന്നുണ്ട്, എഫ് വരുന്നുണ്ട്, പി വരുന്നുണ്ട്, അല്ലെ? അപ്പോ നമ്മൾ ജി കൺസിഡർ ചെയ്തു, ബി കൺസിഡർ ചെയ്തു, പിന്നെ വരുന്നത് പി ആണ്, എഫ് ആണ്, പി ആണ്. അപ്പൊ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ലെറ്റർ ഏതാണ്? ഇതിൽ ഏതാണ് ആദ്യം വരിക? ബി ആണ് വരിക, അല്ലെ? അപ്പോൾ ഈ വാക്കായിരിക്കും ഈ 5 വാക്കുകളിൽ ഡിക്ഷണറി ഓർഡറിൽ ആദ്യം വരുന്ന വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 2, അതായത് നമ്മുടെ ഉത്തരത്തിന്റെ ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന പ്രോബ്ലം എന്നുള്ള വാക്കാണ്. അപ്പൊ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഇനി ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ലെറ്റർ ഏതാണ് വരിക? ജി വരുന്നുണ്ട്, പി വരുന്നുണ്ട്, എഫ് വരുന്നുണ്ട്, പി വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിലെ ഏറ്റവും ആദ്യം വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് എഫ് ആണ്. അതായത് 4ാമത്തെ വാക്കാണ് നമുക്ക് സെക്കൻഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ ഇതിനെ തുടർന്ന് ചെയ്യാൻ നിൽക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും എക്സാമിന്റെ ടെൻഷൻ ഒക്കെ ഈ എല്ലാ വാക്കുകളെയും കറക്റ്റ് ഓർഡറിൽ എഴുതിയെടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ ടെൻഷൻ കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കുക. ആ ഒരു കാര്യം മനസ്സിലെപ്പോഴും ഉണ്ടാവണം. കാരണം നമുക്ക് ഇവിടെ 100% ഉറപ്പാണ് 1ാമത്തെ വാക്ക് എന്ന് പറയുന്നത് പ്രോബ്ലം ആയിരിക്കും, 2ാമത്തെ വാക്ക് എന്ന് പറയുന്നത് പ്രൊഫൗണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന വല്ല ഓപ്ഷൻസും നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമാണ് തന്നിട്ടുള്ളൂ, അല്ലെ? 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഏതാണ്? 2, 1, 4, 5, 3, 2, 4, 1, 5, 3. അപ്പൊ നമുക്ക് ഈ നമ്മൾ കണ്ടുപിടിച്ച കാര്യത്തിൽ 100% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം. അപ്പോൾ ജസ്റ്റ് 2 വാക്കുകൾ മാത്രം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ആൻസർ ചെയ്തത്. അപ്പോൾ ഇത് ചോദ്യങ്ങൾ തന്ന ഓപ്ഷൻ അനുസരിച്ചിട്ട്
കുറച്ചും കൂടെ സമയം കൂടുതൽ എടുക്കാനും ചില സമയത്ത് കുറവ് എടുക്കാനും സാധ്യതയുണ്ട്. അത് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഏകദേശം ഈ ഒരു ചോദ്യത്തിന്റെ എങ്ങനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് ഒരു എക്സാമിന് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ബോർഡിലുണ്ട്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുന്നിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓരോ സ്റ്റെപ്പ് നമുക്ക് കിട്ടുമ്പോഴും ഓപ്ഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്നാൽ മാത്രമാണ് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ സ്ഥലത്തും ആദ്യത്തെ 2 ലെറ്റർ സെയിം ആണ് അല്ലെ. CE എന്ന് പറയുന്ന 2 ലെറ്റർ സെയിം ആണ്. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല, അടുത്ത ലെറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് മൂന്നാമത്തെ ലെറ്റർ ആയിട്ട് N വരുന്നുണ്ട്, മൂന്നാമത്തെ ലെറ്റർ ആയിട്ട് R വരുന്നുണ്ട്, വീണ്ടും N വരുന്നുണ്ട്, R വരുന്നുണ്ട്, N വരുന്നുണ്ട്. അപ്പൊ ഈ 5 ലെറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ആൽഫബറ്റിക്കൽ ഓർഡറിലെ ആദ്യം വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് N ആയിരിക്കും അല്ലെ. N കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ R വരുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനും അതേപോലെ നാലാമത്തെ ഓപ്ഷനും ആദ്യം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇത് എന്തായാലും ആദ്യം വരില്ല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പൊ ഇത് രണ്ടും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി N വരുന്ന 3 വാക്കുകൾ സെൻസേർഡ്, സെൻട്രിപെറ്റൽ, സെന്റൂറിയൻ, ഇങ്ങനെ 3 വാക്കുകളാണ്. അപ്പൊ എല്ലായിടത്തും N വരെ കോമൺ ആയതുകൊണ്ട് അടുത്ത ലെറ്റർ കൂടെ നമ്മൾ നോക്കുന്നു. അപ്പൊ അടുത്ത ലെറ്റർ ആയിട്ട് ആദ്യം വന്നിരിക്കുന്നത് S ആണ്, പിന്നീട് വരുന്നത് T ആണ്, വീണ്ടും T ആണ് വരുന്നത്. അപ്പോൾ എസും ടിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ലെറ്റർ ഏതായിരിക്കും? എസ് ആയിരിക്കും അല്ലെ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എസ് കഴിഞ്ഞിട്ടാണ് ടി വരുന്നത്. അപ്പൊ നമ്മുടെ ഈ വാക്കുകളിലെ ഒന്നാമത് വരുന്ന വാക്ക് എന്ന് പറയുന്നത് സെൻസേർഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഉത്തരം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന വാക്കിലായിരിക്കും, അല്ലെങ്കിൽ ഒന്നാമത്തെ വാക്കായിരിക്കും ഫസ്റ്റ് വരുന്ന വാക്ക്. ഇനി ഒന്ന് ഓപ്ഷനിൽ നോക്കാം. അപ്പോൾ തന്നെ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെയാണ് ചെയ്തതെങ്കിൽ നമുക്ക് വളരെ ധൈര്യത്തോടു കൂടി ഈ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെ രണ്ടാമതായിട്ട് 3 വരുന്നുണ്ട്, മൂന്നാമതായിട്ട് 5 വരുന്നുണ്ട് അല്ലെ. നമ്മൾ ബാക്കി വെച്ച വാക്കുകൾ തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പൊ അടുത്ത ലെറ്റർ കൂടെ നമുക്ക് നോക്കേണ്ടി വരും. കാരണം ഈ 2 വാക്കുകളിലും 4 ലെറ്റേഴ്സ് കോമൺ ആണ്. ടി വരെ കോമൺ ആണ് അല്ലെ. CNT കോമൺ ആണ്. അപ്പൊ 5ാമത്തെ ലെറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. 5ാമത്തെ ലെറ്റർ വരുന്നത് ആറും ഇവിടെ വരുന്നത് യുവുമാണ്. ആറും വരുന്നുണ്ട്, യുവും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നിസ്സംശയം പറയാം നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ലെറ്റർ R ആണ്. അപ്പോൾ രണ്ടാമത് വരുന്ന വാക്ക് ഇവിടെ സെൻട്രിപെറ്റൽ അല്ലെങ്കിൽ 3ാമത്തെ വാക്കായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് 3ാമത്തെ വാക്കായിട്ടുള്ള സെൻട്രിപെറ്റൽ ആണ്. അപ്പൊ നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 1, 3 എന്ന് തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും 100% ഉത്തരമായിട്ട് വരിക. അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മളിവിടെ വേറൊന്നും ചെയ്യുന്നില്ല, വാക്കുകൾ എഴുതിയെടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 30 മുതൽ 40 സെക്കൻഡ് വരെ സമയത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് വീണ്ടും സമയം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഉദാഹരണം കൂടി നോക്കാം. അടുത്ത ചോദ്യം, വാക്കുകൾ തന്നിട്ടുള്ളത് കാർപ്പറ്റ്, കെയറിംഗ്, ക്യാരറ്റ്, ക്രീമി, അവസാനമായിട്ട് ക്രീക്ക് എന്ന് പറയുന്ന 5 വാക്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന വാക്കുകൾ ആദ്യം C വരുന്നുണ്ട്, അത് കോമൺ ആണ്. പിന്നീട് രണ്ടാമത്തെ ലെറ്റർ ആയിട്ട് വരുന്നത് A ആണ്. 2 വാക്കുകളുടെ സെക്കൻഡ് ലെറ്റർ ആയിട്ട് R വരുന്നുണ്ട്. അപ്പൊ നമ്മളത് നോക്കേണ്ട കാര്യമില്ല, കാരണം Aയും Rഉം കമ്പയർ ചെയ്യുമ്പോൾ A ആണ് ആദ്യം വരിക. അപ്പൊ നമുക്ക് ഈ 3 വാക്കുകൾ മാത്രം ആദ്യം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 2 ലെറ്റേഴ്സ് കോമൺ ആണ്, CA.
ഇനി മൂന്നാമതായിട്ട് വരുന്ന ലെറ്ററും കോമൺ ആണ്. 6 വരെ അല്ലെ, CAR വരെ എല്ലാ വാക്കുകൾക്കും കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണുള്ളത്. ഇനി 4ാമത്തെ ലെറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് P വരുന്നുണ്ട്, പിന്നീട് I വരുന്നുണ്ട്, പിന്നീട് R വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം ഇതിൽ ആദ്യമായിട്ട് വരുന്ന വാക്കെന്ന് പറയുന്നത് I ആണ്. ലെറ്റർ എന്ന് പറയുന്നത് I ആണ് അല്ലെ. അപ്പോൾ I ആയിരിക്കും നമ്മുടെ I വരുന്ന ഈ കെയറിങ് എന്ന് പറയുന്ന വാക്കായിരിക്കും നമ്മുടെ ഉത്തരത്തിന്റെ ആദ്യ വാക്കായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 2 നമുക്ക് ആദ്യത്തെ വാക്കാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കെയറിങ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വാക്ക്. അപ്പോൾ നമ്മളത് എലിമിനേറ്റ് ചെയ്തു. ഇനി ഈ 2 വാക്കുകൾ തമ്മിലാണ് കമ്പാരിസൺ വരുന്നത്. അപ്പോൾ Pയും ആറും അല്ലെ, CAR P വരുന്നുണ്ട്, CAR R വരുന്നുണ്ട്. അപ്പോൾ Pയും ആറും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് P ആയിരിക്കും അല്ലെ. അപ്പോൾ സെക്കൻഡ് ലെറ്റർ P ആയതുകൊണ്ട് ആദ്യം വരുന്ന ലെറ്റർ P ആയതുകൊണ്ട് ഈ വാക്കായിരിക്കും അടുത്ത വരുന്ന വേർഡ്, അതായത് ഫസ്റ്റ് വൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2, 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 2, 1 ആണ് നമ്മുടെ ഉത്തരം, അതുകൊണ്ട് നമുക്ക് ഈ വാക്കും കൂടെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദ്യം ഒന്നും കൂടെ ട്രിക്കി ആയിട്ടാണ് അവർ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. 2, 1, 3, 5, 4, 2, 1, 3, 4, 5. അപ്പോൾ നമുക്കിവിടെ മൂന്നാമത്തെ വാക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം 2 ഓപ്ഷൻസിലും മൂന്നാമത്തെ വാക്കാണ് തേർഡ് പൊസിഷനിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇനി ചെക്ക് ചെയ്യാതെ തന്നെ പറയാം മൂന്നാമത് വരുന്നത് ഈ ക്യാരറ്റ് എന്ന് പറയുന്ന വാക്കായിരിക്കും. അത് നമുക്ക് ഓൾറെഡി ഇവിടെ നോക്കുമ്പോൾ തന്നെ കിട്ടും, കാരണം CA വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 3 വാക്കുകളുണ്ട്. അപ്പോൾ തേർഡ് പൊസിഷനിൽ ക്യാരറ്റ് വരും. അപ്പോൾ ഇതും നമ്മൾ എലിമിനേറ്റ് ചെയ്തു, ഇതും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി 2 വാക്കുകളാണ് നമുക്കുള്ളത്. ഒന്ന് ക്രീമിയാണ്, ഒന്ന് ക്രീക്കാണ്. അപ്പൊ ഇതിലേതാണ് ഫസ്റ്റ് വേർഡ് വരിക എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടുകയായി. അപ്പൊ ഇവിടെ 3 ലെറ്റേഴ്സ് കോമൺ ആണ്. CRE വരെ കോമൺ ആണ്. അടുത്ത വരുന്ന ലെറ്റർ എയും ഉണ്ട്, പിന്നെ ഇയും ഉണ്ട്. അപ്പൊ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫസ്റ്റ് വരുന്ന വാക്ക് ലെറ്റർ എ ആയതുകൊണ്ട് ഓപ്ഷൻ 4 നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് അടുത്ത വരുന്ന വാക്കെന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത വരുന്നത് ബാക്കി വരുന്ന വാക്കായിട്ടുള്ള 5 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ C ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഒരു മിനിമം ഒരു 20-25 ചോദ്യങ്ങൾ വേർഡ് അറേഞ്ച്മെന്റ് എന്നുള്ള ടോപ്പിക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു 25 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു ട്രിക്ക് മാത്രമാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കൂടുതലായിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സമയം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം പ്രാക്ടീസിനായിട്ട് തരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് വെക്കുക. ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ വാക്കുകൾ ഇതൊക്കെയാണ്. അക്കൗസ്റ്റിക് എന്ന് പറയുന്ന വാക്ക്, അക്കാദമി, ആക്സെന്റ്, അക്കോർഡ്, ആക്റ്റീവ്, അങ്ങനെ 5 വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓർഡേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ട്രിക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.